ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? അൽഹംദുലില്ലാ, അപ്പം ഞാനും സുഖമായിരിക്കുന്നു കേട്ടോ. ഓഫീസിൽ നിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് നേരെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ അവിടെ പാക്കിംഗ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് കടയിൽ കൊണ്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ തക്കടും കൂടെ വന്നായിരുന്നു. തക്കടുവിനാണെങ്കിൽ എപ്പോഴും മിഠായി കഴിച്ച് ഇങ്ങനെ ഇരിക്കണം. അംഗൻവാടി പോയി തുടങ്ങിയപ്പം മിഠായി തീറ്റയൊക്കെ കുറച്ച് കുറവുണ്ട്. അസ്ന എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കൊടുക്കാനുള്ള കുറച്ച് ഐറ്റംസ് ഞാൻ പെട്ടെന്ന് ബോർഡ് അടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പാക്കിങ്ങിൻ്റെ മാത്രമായിട്ട് പഴയ കണക്ക് കൂടുതൽ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ കുറേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ ഓഫീസിൽ വർക്കിന് കയറിയിട്ടുണ്ട്. നമ്മളൊരു റിയൽ എസ്റ്റേറ്റിൻ്റെ കമ്പനിയിലാണ് കേട്ടോ ജോലി കയറിയിരിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനി. അതുപോലെ തന്നെ വളരെയധികം ആഗ്രഹത്തോടുകൂടെ ഒരു കോഴ്സ്, ബ്യൂട്ടീഷ്യൻ്റെ കോഴ്സ് പഠിക്കാനായിട്ട് കയറി. അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടൊന്നുമില്ല, ഞാൻ പോകുന്നുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ പോകാൻ പറ്റില്ല, എങ്കിലും ഞാൻ അത് പോയി പഠിക്കുന്നുണ്ട് കേട്ടോ. കുറേ പേര് ചോദിച്ച് എന്ത് പറ്റി, കച്ചവടമൊക്കെ നിർത്തിയോ, പഠിത്തം നിർത്തിയോ എന്നൊക്കെ. യാദൃശ്ചികമായിട്ടാണ് നമ്മൾ സൺസ്മാർട്ട് ബിൽഡേഴ്സിൽ വീഡിയോസൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കയറിയത്. അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഓഫീസ് വർക്ക് കൂടെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ള വിശേഷങ്ങളൊക്കെ. ഇനിയിപ്പോൾ നമ്മുടെ ബിസിനസ്സിലെ കാര്യങ്ങളിലോട്ട് വരാം. കുറേ പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ചെറിയ രീതിയിലെങ്കിലും ഒരു വരുമാനം വേണമെന്ന്. അപ്പോൾ അതിനായിട്ടുള്ള നല്ലൊരു മാർഗം തന്നെയാണ് ഞാനിപ്പോൾ ചെയ്യുന്ന ചെറിയൊരു ബിസിനസ്. അപ്പോൾ ഈ ഒരു ബിസിനസ്സിൽ കടം വരാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ അങ്ങനെ കടം കൊടുക്കാറില്ല. നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്ന ഉടനെ തന്നെ എല്ലാ ഷോപ്പുകളിൽ നിന്നും പൈസ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ കടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബിൽ ടു ബില്ല് പോലെ ഓരോ ടൈം നമ്മളുടെ ഒരു ഫണ്ട് അവിടെ കിടക്കവേ വീണ്ടും നമ്മൾ സാധനങ്ങൾ കൊണ്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ കൊടുക്കുന്ന ഒരുപാട് ബേക്കറി ഐറ്റംസൊക്കെ കൊടുക്കുന്ന ഒരുപാട് ബിസിനസ്സുകാരും ഉണ്ട് കേട്ടോ. നമ്മൾ ചെറിയ രീതിയിൽ ചെയ്യുന്നവർക്ക് കടം കൊടുത്ത് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ കടമൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് പൈസ കിട്ടാണ്ടായി കഴിഞ്ഞാൽ, തിരിച്ച് കിട്ടാണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളുടെ ബിസിനസ്സിനെ. അത് വളരെയധികം ബാധിക്കും കേട്ടോ. പിന്നെ നമുക്ക് ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മാക്സിമം കടം കൊടുക്കാതെ ഒരു ബിസിനസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കടത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം പറയാൻ ഓർമ്മ വന്നത് കേട്ടോ. ഞാൻ മുമ്പ് സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന ഒരു കടയിൽ കേട്ടോ, സ്ഥിരമായിട്ട് നമ്മളുടെ അടുത്ത് നിന്ന് സാധനങ്ങളൊക്കെ മേടിക്കും. പക്ഷേ പൈസ തരത്തില്ല. പൈസ അടുത്ത വട്ടം വരുമ്പോൾ തരാം, അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്ത് തരാമെന്ന് പറയും കേട്ടോ. അങ്ങനെ കുറേ വട്ടം ഞാൻ സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു 100 രൂപ തരും. നമ്മുടെ മുമ്പിലായിരിക്കും ആ കടയിൽ മറ്റ് പല ആൾക്കാരും വന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് പൈസ കൊടുത്തിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ അടുക്ക പറയും, ഇപ്പം പൈസ ഇല്ല, തീരെ പൈസ ഒന്നുമില്ല, ഇനി അടുത്ത വട്ടം വരുമ്പോൾ തരാം, അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്ത് തരാമെന്ന് പറയും കേട്ടോ. ഗൂഗിൾ പേ ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയാലും പിറ്റേ ദിവസമായാലും ഗൂഗിൾ പേ ചെയ്യില്ല. പിന്നെ നമ്മളവനെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ ആ കടയിൽ സാധനങ്ങൾ കൊടുക്കൽ തന്നെ അങ്ങോട്ട് നിർത്തി. ആ കച്ചവടം എനിക്ക് വേണ്ടാന്ന് വെച്ചു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് ചെറിയൊരു കച്ചവടം, ആ ഒരു പൈസ കിട്ടിയിട്ട് പിന്നെ നമ്മൾ വീണ്ടും പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വീണ്ടും എടുക്കണം. അപ്പോൾ നമ്മൾ എല്ലായിടത്തും പോയി നമുക്ക് കടം പറയാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയുള്ളൊരു കച്ചവടം എടുക്കാറില്ല കേട്ടോ. നമ്മൾക്ക് പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളതങ്ങ് ഒഴിവാക്കുക. 2 ദിവസമായിട്ട് എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ പിറ്റേ ദിവസം ഇതെല്ലാം ബോർഡാക്കി വെച്ചത് ഞാൻ എടുത്ത് കടകളിലേക്ക് കൊടുക്കാനായിട്ട് വന്നതാണ്. മുന്നേ നമ്മൾ കുറച്ച് അഡീഷണൽ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ടോ. സ്പൈസസ്, അതുപോലെ വറ്റൽമുളക്, സോയാബീൻ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ ഞാൻ പലചരക്ക് കടകളിലൊന്നും സാധനങ്ങൾ കൊടുക്കുന്നില്ല. ചെറിയ പെട്ടി കടകളുണ്ടല്ലോ, അവിടങ്ങളിലും ഒക്കെയാണ് കൊടുക്കുന്നത്. ഓൾറെഡി ഇതിനൊക്കെ ഒരുപാട് കച്ചവടക്കാരുണ്ട്. നല്ല കോമ്പറ്റീഷനുള്ളൊരു ബിസിനസ് കൂടെയാണ്. പിന്നെ സ്പൈസസിനൊക്കെ നല്ല റേറ്റാണ്. അപ്പോൾ എല്ലാം കൂടെ ആക്കിയിട്ട്
കൊടുത്തെത്തുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ കടല ഐറ്റംസും മിഠായികൾ ചെറി അതൊക്കെയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. പിന്നൊരു കാര്യം, കടലയ്ക്ക് അത്യാവശ്യം നല്ല റേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പല റേറ്റ് 200 പുറത്തായിട്ടുണ്ട് റേറ്റ്. അപ്പോൾ ഓരോ ഐറ്റം, അതായത് ഓരോ കമ്പനീൻ്റെയും കടലകൾ ഓരോരോ റേറ്റാണ് കേട്ടോ വരുന്നത്. അപ്പോൾ കടല ഐറ്റംസ് എന്ന് പറഞ്ഞാൽ സാദാ തൊലിക്കടലയില്ലേ, നിലക്കടല, ആ ഒരു കടലയ്ക്കും അതുപോലെ മസാല കടല, അതുപോലെ റോസ്റ്റ് കടല. അപ്പോൾ ഈ കടലയിൽ പെട്ടിട്ടുള്ള ഈ ഇത്രയും ഐറ്റംസിന് നല്ല റേറ്റ് ആയിട്ടുണ്ട്. കപ്പലണ്ടി മിഠായിയൊക്കെ അതിൽ ഇൻക്ലൂഡാണ് കേട്ടോ. എണ്ണയ്ക്ക് വില കൂടിയതാണ് കേട്ടോ. ഈ കടലകളെല്ലാം റേറ്റ് കൂടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എണ്ണയിൽ റോസ്റ്റ് ചെയ്താണ് നമ്മുടെ കടല ഐറ്റംസിൽ വരുന്ന റോസ്റ്റ് കടല, മസാല കടല എല്ലാം വരുന്നത്. അതുപോലെ കപ്പലണ്ടി മിഠായി, കപ്പലണ്ടി വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസിനും റേറ്റ് കൂടിയിട്ടുണ്ട്. എണ്ണയിൽ വറുത്ത് കോരി വരുന്ന ഐറ്റംസിനൊക്കെ റേറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു കച്ചവടം തുടങ്ങുന്നവർക്ക് ഭയങ്കര വെല്ലുവിളിയായിരിക്കും ഈ കച്ചവടം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ കുറേ നാൾ ഈ ലോങ് വീഡിയോസ് ഇടാത്തതുകൊണ്ട് നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോസൊന്നും കാണില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആഴ്ചയിലൊരു 2 വീഡിയോയെങ്കിലും അറ്റ്ലീസ്റ്റ് ഇടാൻ ശ്രമിക്കാം. എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഞാൻ കച്ചവടത്തിന് പോകുന്നതൊന്നും അധികം ഇപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്താറില്ല. ഒന്നും എനിക്ക് ലോങ് വീഡിയോസിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ജോലി കൂടുതലായതുകൊണ്ട് നമുക്ക് വീഡിയോസ് എടുത്താലും അതൊന്ന് എഡിറ്റ് ചെയ്ത് വോയിസൊക്കെ കൊടുക്കാനുള്ള ഒരു ടൈം കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ടൊക്കെയാണ്. ഈ വയലിൻ്റെ നടുക്കൂടെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു അമ്മൂമ്മ ഉണ്ട് കേട്ടോ. അമ്മൂമ്മൻ്റെ കട അവിടെയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് 2 സൈഡിലും വയലൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് വീഡിയോയിലെടുത്തു. നെല്ലൊക്കെ കൊയ്യാനായിട്ടുള്ള ഏകദേശം ടൈം അടുത്ത് വരികയാണ്. അപ്പോൾ ഈ നെല്ലൊക്കെ നല്ല വിളഞ്ഞ് വരുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ട്. ആ ഒരു മണം കേട്ടോ ഈ റോട്ടിൽ നിൽക്കുമ്പോൾ. നല്ലൊരു ശുദ്ധവായു ശ്വസിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇനിയുള്ള എങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യണമെന്നുള്ള അഭിപ്രായങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങളൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.